ഇപ്പോൾ രഞ്ജിത്തിനെ പുറത്തേക്ക് ഇറക്കുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പീഡന പരാതിയിലാണ് രഞ്ജിത്ത് അറസ്റ്റിലായത്. പ്രതികരണം ഉണ്ടാകുമോ എന്ന് മാധ്യമപ്രവർത്തകർ പരിശോധിക്കുന്നുണ്ട്. പ്രതികരണമില്ല. യുവനടിയുടെ പരാതിയിലാണ് സംവിധായകൻ രഞ്ജിത്തിനെ കസ്റ്റഡിയിലെടുത്തത്. ഇപ്പോൾ ലൈംഗികാതിക്രമ കേസിലെ നടപടിയുടെ ഭാഗമായി ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്കാകണം പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. തൊടുപുഴയിൽ നിന്നാണ് രഞ്ജിത്തിനെ കസ്റ്റഡിയിലെടുത്തത്. നിതിൻ അംബുജനാണ് നമുക്കൊപ്പമുള്ളത്. നിതിൻ അംബുജൻ, ഇപ്പോൾ സംവിധായകൻ രഞ്ജിത്തിനെ പുറത്തേക്ക് ഇറക്കുമ്പോൾ ഈ സംഭവം, കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് ജനുവരി മാസത്തിലാണ്. യുവനടിയുടെ പരാതിയിൽ ഫോർട്ട് കൊച്ചിയിൽ വെച്ചുള്ള പീഡന ശ്രമത്തിലാണ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോവുകയാണോ? സുജിയ, വൈദ്യപരിശോധനയ്ക്ക് ശേഷമാണ്, അതായത് ഇത്രയും നേരം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയായിരുന്നു. ഇന്ന് പുലർച്ചെ 1 മണിയോടുകൂടിയാണ് രഞ്ജിത്തിനെ ഇവിടെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത്. അതിനുശേഷം രക്തസമ്മർദ്ദം കൂടിയത് കാരണം രഞ്ജിത്തിനെ ഇവിടെ നിരീക്ഷണത്തിലായിരുന്നു. ഇപ്പോൾ അല്പസമയം തന്നെ ആശുപത്രിയിൽ നിന്ന്, അതായത് ജനറൽ ആശുപത്രിയിൽ നിന്ന് രഞ്ജിത്തിനെ ഇറക്കി. നമ്മൾ മനസ്സിലാക്കുന്ന പ്രകാരമാണെങ്കിൽ നോർത്ത് വനിതാ സ്റ്റേഷനിലേക്കാണ് രഞ്ജിത്തിനെ കൊണ്ടുപോകുന്നത്. ഈ ദൃശ്യത്തിൽ കാണുന്ന വാഹനത്തിൽ രഞ്ജിത്തുണ്ട്. രാവിലെ 1 മണിക്ക് ശേഷം, അതായത് ഇത്രയും നേരം രഞ്ജിത്തിനെ ഈ രക്തസമ്മർദ്ദം കാരണം രഞ്ജിത്തിനെ ഡോക്ടേഴ്സിന്റെ നിരീക്ഷണത്തിലായിരുന്നു. എന്തായാലും നിലവിലിപ്പോൾ ആ കാണുന്ന വാഹനത്തിൽ എന്തായാലും രഞ്ജിത്തുണ്ട്. രഞ്ജിത്തിനെ നോർത്ത് സ്റ്റേഷനിലേക്ക് തന്നെയാണ് കൊണ്ടുപോകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. സുജിയ, ഓക്കെ, നോർത്ത് പോലീസ് സ്റ്റേഷനിലേക്കാണ് ഇപ്പോൾ രഞ്ജിത്തിനെ കൊണ്ടുപോകുന്നത്. കാരവനിൽ വെച്ച് പീഡനശ്രമം ഉണ്ടായി എന്നാണോ ഈ നടിയുടെ പരാതിയിൽ പറയുന്നത്? ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? കസ്റ്റഡിയിൽ എടുക്കുന്നതുവരെ കാര്യങ്ങളൊക്കെ അതീവ രഹസ്യമായി തന്നെ കൊണ്ടുപോവുകയായിരുന്നോ പോലീസ്? സുജി, അങ്ങനെ തന്നെയാണ്, രഹസ്യമായി തന്നെയാണ് പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് പോയത്. ജനുവരിയിലാണ് ഈ പരാതിക്കാസ്പദമായ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. അതിനുശേഷം പിന്നീട് ഈ പരാതിക്കാരി, അതായത് യുവതി, ഒരു മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നു പോവുകയായിരുന്നു. എന്തായാലും പോലീസ് പിന്നീട് രഹസ്യമായി തന്നെ ഇത് കേസന്വേഷണം മുന്നോട്ട് പോവുകയാണ്. DGPക്കായിരുന്നു ആദ്യഘട്ടത്തിൽ പരാതി നൽകിയത്. DGPക്ക് നൽകിയ പരാതി പിന്നീട് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൈമാറുകയായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് സിറ്റി പോലീസ് കമ്മീഷണർ ഒരു വിവിധ സ്റ്റേഷനുകളിലെ പോലീസ് സംഘവുമായി ഒരു അന്വേഷണ സംഘത്തെ നിയോഗിക്കുന്നു. അന്വേഷണ സംഘം പിന്നീട് ഇന്നലെ രഹസ്യമായി തന്നെ രഞ്ജിത്ത് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നു. അതിനുശേഷം പിന്നീട് രഞ്ജിത്ത് തൊടുപുഴയിൽ നിന്ന് കോട്ടയത്ത് നിന്ന് ഇടുക്കിയിലേക്ക് പോകുന്നു എന്ന് അറിഞ്ഞെ തുടർന്നാണ് പിന്നീട് പോലീസ് രഞ്ജിത്തിനെ തടഞ്ഞു നിർത്തി. അതായത് നിതിൻ അംബുജൻ, ഇപ്പോൾ നോർത്ത് വനിതാ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി അറസ്റ്റ് രേഖപ്പെടുത്താനായിട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയാണ് പോലീസ്, അല്ലേ? അതെ, ആ നിലയിലേക്ക് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിരിക്കുന്നത്. എന്തായാലും പോലീസ് ഇപ്പോൾ ഇതിൽ വളരെ വേഗത്തിൽ തന്നെ, അതായത് ആദ്യഘട്ടത്തിൽ നടപടി എടുക്കാൻ, ആദ്യഘട്ടത്തിൽ ICCയുടെ അന്വേഷണം ശരിയായ രീതിയിൽ മുന്നോട്ട് പോയില്ല എന്ന പരാതി തുടർന്നാണ് പിന്നീട് DGPക്ക് അടക്കം പരാതി നൽകിയത്. അതിനുശേഷം പോലീസിന്റെ അന്വേഷണം വളരെ വേഗത്തിൽ തന്നെ മുന്നോട്ട് പോയി. 28-നാണെന്ന് പോലീസിന് ഈ പരാതി ലഭിക്കുന്നത്. ആ പരാതി ലഭിച്ച ശേഷം പിന്നീട് വളരെ വേഗത്തിൽ തന്നെ പോലീസ് ഈ കേസ് അന്വേഷണമായി മുന്നോട്ട് പോവുകയായിരുന്നു. എന്തായാലും ഏറ്റവും ഒടുവിലായി ഇപ്പോൾ പോലീസ് നോർത്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ഇനി അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് കടന്നു. അതിനുശേഷം കോടതിയിൽ ഹാജരാക്കാനുള്ള നടപടിയിലേക്കാണ് പോകുന്നത്. എന്തായാലും പോലീസ് ഇപ്പോൾ വനിതാ സ്റ്റേഷനിലേക്ക്, അതായത് നോർത്ത് വനിതാ സ്റ്റേഷനിലേക്ക് രഞ്ജിത്തിനെ കൊണ്ടുവരാൻ ഉള്ള തയ്യാറെടുപ്പിലാണ് നമ്മൾ. ഓക്കെ, അങ്ങോട്ടേക്ക് നീങ്ങുകയാണെന്ന് മനസ്സിലായി. ഇറങ്ങിക്കോളൂ, സൂക്ഷിച്ചിറങ്ങിക്കോളൂ നിതിൻ അംബുജൻ. രഞ്ജിത്തിനെ ഇപ്പോൾ വേണുഗോപാലകൃഷ്ണൻ വൈദ്യപരിശോധന പൂർത്തിയാക്കി ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് നേരെ നോർത്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ്. അറസ്റ്റ് രേഖപ്പെടുത്താനായിട്ടുള്ള ക്രമീകരണങ്ങൾ. തീർച്ചയായിട്ടും ഇന്നലെയാണ് രഞ്ജിത്തിനെ പോലീസ് പിടികൂടുന്നത്. പോലീസിന്റെ കണ്ണുവെട്ടിച്ച് രക്ഷപ്പെടാനായി രഞ്ജിത്ത് ശ്രമിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പക്ഷേ രഞ്ജിത്ത് പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഈ യുവനടി പരാതി നൽകുന്നത്. ആദ്യം ഇത് സിനിമാ സെറ്റിലെ തന്നെ ആഭ്യന്തര അന്വേഷണ സമിതിക്ക് മുന്നിലാണ് പരാതിയായി എത്തിയത്. എന്നാൽ അവിടെയും ഇത് തീർപ്പാകാത്തതിനെ തുടർന്നാണ് പിന്നീട് DGPക്കും അതുപോലെ തന്നെ ഹേമ കമ്മിറ്റിയുടെ വെളിപ്പെടുത്തലുകൾ അന്വേഷിക്കുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ രൂപീകരിച്ച SITക്കുമൊക്കെ മുന്നിലേക്ക് ഈ പരാതി എത്തുന്നത്. പരാതിയുടെ ഗൗരവ സ്വഭാവം പരിഗണിച്ചുകൊണ്ട് യുവനടിയുടെ മൊഴിയെടുക്കുകയും അതിൽ ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ അത്രയും കർക്കശമായ വകുപ്പുകൾ ചുമത്തുകയും ചെയ്തു, അല്ലെ സുജിയ പർവതി? രഞ്ജിത്ത് പുതുതായി സംവിധാനം ചെയ്യുന്ന സിനിമയിൽ
അഭിനയിക്കുന്ന നടിയാണ് പരാതിക്കാരി. സിനിമാ ചിത്രീകരണത്തിനിടെ രഞ്ജിത്ത് കയറി പിടിച്ചു എന്നുള്ള പരാതിയാണ്. മാനഭംഗം, ലൈംഗികാതിക്രമം, തടഞ്ഞുവെക്കൽ, അശ്ലീല ആംഗ്യം കാണിക്കൽ, ഈ 4 വകുപ്പുകൾ ഇപ്പോൾ കേസിൽ എടുത്തിട്ടുണ്ട് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇപ്പോൾ കൊച്ചിയിലേക്ക് നോർത്ത് സ്റ്റേഷനിലേക്ക് വൈദ്യപരിശോധനയ്ക്ക് ശേഷം കൊണ്ടുപോവുകയാണ് ഇപ്പോൾ രഞ്ജിത്തിനെ പോലീസ്. എറണാകുളം ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധന നടത്തി പുറത്തേക്ക് കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ നേരത്തെ കണ്ടത്. വേണുഗോപാലകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ സിനിമയുടെ സെറ്റിൽ തന്നെയുള്ള ആഭ്യന്തര സമിതിയുടെ മുൻപാകെ പരാതി നൽകി. പക്ഷേ അവിടെ തീരുമാനമാകാതെ വന്നതോടെ യുവനടി DGPക്കും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വെളിപ്പെടുത്തലിനെ കുറിച്ച് അന്വേഷിക്കാൻ രൂപീകരിച്ച SITക്കും പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് കൊച്ചി നോർത്ത് വനിതാ പോലീസ് യുവനടിയുടെ മൊഴിയെടുത്ത ശേഷം ഇപ്പോൾ രഞ്ജിത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്താനായി നോർത്ത് വനിതാ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ എറണാകുളത്ത് നിന്ന് തൊടുപുഴയിലേക്ക് പോകുന്ന വഴി മുട്ടത്ത് വെച്ചാണ് എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശത്തെ തുടർന്ന് തൊടുപുഴ പോലീസ് രഞ്ജിത്തിനെ കസ്റ്റഡിയിൽ എടുത്തത്. ഇപ്പോൾ നേരത്തെ രഞ്ജിത്തിനെതിരെ പരാതികൾ ഉയർന്നത് നമുക്ക് ഈ ഘട്ടത്തിൽ ഓർമ്മയിലേക്ക് വരുന്നുണ്ട്. പാലേരി മാണിക്യം ഒരു പാതിരാ കൊലപാതകത്തിന്റെ കഥ എന്ന സിനിമയുടെ ചർച്ചയുമായി ബന്ധപ്പെട്ട് ബംഗാളി നടിയോട് അപമര്യാദയെ പെരുമാറി എന്നുള്ളതായിരുന്നു ആദ്യ പരാതി. അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമുള്ള ആദ്യ വെളിപ്പെടുത്തലുകളിൽ ഒന്നായി നമ്മുടെ മുന്നിലേക്ക് വന്നതാണ്. അതിനെ തുടർന്നാണ് കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രഞ്ജിത്തിന് ഒഴിയേണ്ടി വന്നത്. പക്ഷേ 2025 ഒക്ടോബറിൽ, കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഈ പരാതിയിൽ നിന്ന് ബംഗാളി നടി നൽകിയ ഈ ലൈംഗികാതിക്രമ കേസ് ഹൈക്കോടതി റദ്ദാക്കുകയായിരുന്നു. അതായത് ഈ സംഭവം നടന്നത് 2009 സമയപരിധി അവസാനിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ ഇത് സമയപരിധി അവസാനിക്കുന്ന കേസല്ല. ഇക്കാര്യത്തിൽ രഞ്ജിത്ത് കുടുങ്ങും എന്നുള്ളത് ഉറപ്പാണ്. കാരണം ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ അങ്ങനെ തന്നെയാണ്. ഇക്കഴിഞ്ഞ മാസമുണ്ടായ സംഭവമാണ്. അതിൽ പരാതി നൽകാൻ വൈകിയിട്ടില്ല. മാത്രമല്ല ഈ പരാതിയിൽ ആസ്പദമായ സംഭവം നടക്കുന്ന ആ സിനിമയുടെ ചിത്രീകരണം ഇപ്പോഴും തുടരുകയുമാണ്.